നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. അതാ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അഖ്ബിർനി അനി ശഹരി ബഅദ റമളാൻ. അല്ലാഹുവിന്റെ റസൂലേ, റമളാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മാസമെന്ന് പറയുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇൻ കുന്ത സായിമാ ഫസുമിൽ മുഹറമീ. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമുള്ള മാസം അത് മുഹറമാണ്. അത് ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ആശുറായിന്റെ സുദിനത്തിൽ നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലം? എന്താണ് അന്നത്തെ ദിവസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന നേട്ടം? എന്താ? പല കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, മോമിനീങ്ങൾ നേട്ടം അറിഞ്ഞാലേ ചെയ്യുള്ളൂ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹ്തസിബു അലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ ഞാൻ ആ ഒരു ദിവസത്തെ ഭാവിക്കുന്നത്, അയ്യുകഫിറ സനതൽ മാളിയ, കഴിഞ്ഞു പോയതാകുന്ന ഒരു വർഷത്തെ പാപം അല്ലാഹു പുറത്തു നൽകുമേ. അന്ന സൗമ ആശുറാ യുകഫിറു സനതൽ മാളിയ, കഴിഞ്ഞു പോയതാകുന്ന ഒരു വർഷത്തെ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണ് ആശുറാഇന്റെ സുന്നത്ത് നോമ്പ്. അല്ലാഹു പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇനി അന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് ഇന്ന് ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് ഉണർത്തുന്നത്. കാരണം ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറം മാസത്തിലെ ആശുറാഇന്റെ സുദിനം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്? അല്ലാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ദിവസമാണ് ആശുറാ. അന്ന ആശുറാ യൗമുൻ മിൻ അയ്യാമില്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ, ആശുറാഇന്റെ സുദിനം അല്ലാഹുവിന്റെ ദിവസങ്ങളിൽ നിന്നുള്ള ദിവസമാണ്. അന്ന ആശുറാ യൗമുൻ മിൻ അയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ്. മുഹറത്തിന്റെ 10ാമത്തെ ദിവസമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? ഖുർആൻ സൂറത്തുൽ ഇബ്രാഹിം അല്ലാഹ് പറയാൻ, വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ ദിവസങ്ങളായ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ അല്ലാഹുവിന്റെ ദിവസമാകുന്ന ആശുറാഇന്റെ 10ന്റെ സുദിനത്തെ പറ്റി ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധമായ ഖുർആൻ അവർക്ക് അറിയിച്ചു കൊടുക്കണം. അതൊരു സാധാ സീതാ ദിവസമല്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ സാമ്പത്തികമായി വിശാലത ആഗ്രഹിക്കുന്നവരല്ലേ? എന്നാ എന്ത് ചെയ്യണമെന്നറിയോ? ഈ വരുന്ന മുഹറം 10ന്റെ അന്ന് വീട്ടിൽ നല്ല റാഹത്തായിട്ട് ഭക്ഷണം കൊടുക്കണം. ഹദീസാണ്, ഞാൻ വെറുതെ പറയുന്നല്ല, അതാ കേട്ടോ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ വസ്സഅ അലാ ഇയാലിഹി ഫി യൗമി ആശുറാ ഔസഅ അല്ലാഹു ലഹു സായിറ സനതിഹി. ആരൊരുവൻ ആശുറാഇന്റെ സുദിനത്തിൽ തന്റെ കുടുംബത്തിന് സാമ്പത്തികമായി വിശാലത ചെയ്തുവോ, ഭക്ഷണത്തിൽ വിശാലത ചെയ്തുവോ, ഔസഅ അല്ലാഹു ലഹു സായിറ സനതിഹി, ആ ഒരു വർഷം മുഴുവനും അല്ലാഹു അവന് വിശാലത നൽകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. من وسع عياله في يوم عاشوراء أوسع الله له سائر سنته. മുഹറം 10ന്റെ അന്ന് വീട്ടിൽ കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ, കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടു, പാപ്പ ഉമ്മ, അവര് വേറെ മാറി താമസിക്കാൻ, അന്നത്തെ ദിവസം 1 കിലോ മട്ടൻ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ.
ഔസഅല്ലാഹു ലഹു സായിറ സനതിഹി, ആ ഒരു വർഷം മുഴുവനും അള്ളാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങളിതൊന്ന് ചെയ്തു നോക്ക്. ഇതൊക്കെ പരീക്ഷിച്ചറിയേണ്ട വിഷയമാണ്. അന്നത്തെ ദിവസം, എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ വിശാല ആയിക്കോട്ടെ, പക്ഷെ അന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ വിഭവം എല്ലാവർക്കും നല്ല റാഹത്തായിട്ട്. ഇനി ഞാൻ മട്ടൻ ഉദാഹരണം പറഞ്ഞാൽ, എല്ലാവർക്കും എന്താണ് ഇഷ്ടം, പ്രിയം, അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അത് നമ്മൾ കൊടുത്ത് വിശാലത ചെയ്യണം നമ്മുടെ കുടുംബങ്ങളിൽ. നാട്ടുകാരെ മുഴുവൻ വിളിക്കാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിലും ഒക്കെ, അതില്ലെങ്കിൽ അത് വേണ്ട. കുടുംബത്തിലാണ് അയ്യാൻ എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ചെലവിൽ കഴിയുന്നതാകുന്നവന്റെ കുടുംബാദികൾ, ബന്ധുക്കൾ, അവർക്ക് നൽകുക. ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾക്ക് കൊടുക്കുക. മക്കൾ, ഭാര്യ, സന്താനങ്ങൾ അവർക്ക് നൽകുക. അങ്ങനെ ചെയ്താൽ ആ ഒരു വർഷം മുഴുവനും കിട്ടും. രണ്ട് കാര്യങ്ങളാണ് ആശുറാഇന്റെ സുദിനത്തെ പറ്റി നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന്, നോമ്പ് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപം പൊറുപ്പിക്കാൻ കാരണമാണ്. രണ്ടാമത്തത്, കുടുംബത്തിൽ വിശാലത ചെയ്യേണ്ട ദിവസം. വർഷത്തിൽ നമ്മൾ വീട്ടുകാർക്ക് വിശാലത ചെയ്യേണ്ട ദിവസമാണ് ആശുറാഇന്റെ സുദിനം. ഒന്ന് ചെയ്തോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ദിവസം എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ ദിവസമാണ് ആ ദിവസം. അതിനപ്പുറം വേറൊന്നും പറയാൻ